പ്രിയമുള്ളവരെ, വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ കാണാതായ 5 പേർക്കായി തെരച്ചിൽ ഊർജിതം. 4 സോണുകളിലായി തിരിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഇതര സംസ്ഥാന ജീവനക്കാരായാണ് കാണാതായത്. കൂടുതൽ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെയാണ് ഇന്നത്തെ തെരച്ചിൽ. മരിച്ച 3 അന്യസംസ്ഥാന ജീവനക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാടുകളിലേക്ക് എത്തിക്കും. ഒരു മലയാളി ഉൾപ്പെടെ 7 പേരാണ് പരിക്കേറ്റ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. 2 പേർ ഗുരുതര പരിക്കുകളോടെ ഐസിയുവിലാണ് ചികിത്സയിലുള്ളത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉച്ചയോടെ അപകടസ്ഥലത്തെത്തും. മന്ത്രിമാരായ ടി സിദ്ദിഖും എ.പി. അനിൽകുമാറും ജില്ലയിൽ തുടരുന്നുണ്ട്. രക്ഷാപ്രവർത്തനം ഇന്ന് പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. അപകട മേഖലയിൽ ആൾക്കാർക്കും വാഹനങ്ങൾക്കും കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപകട മേഖലയ്ക്ക് സമീപമുള്ള കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. PR സുനിൽ, TV പ്രസാദ്, ദീപക് മോഹൻ, അർജുൻ കല്യാൺ, മുബഷിർ അക്ബർ, സിനോയ് തോമസ്, ശരത് SS എന്നിവർ തത്സമയം ചേരുന്നു. ആദ്യം അർജുനിലേക്ക്. അർജുൻ കല്യാൺ, വെരി ഗുഡ് മോർണിംഗ് അർജുൻ. മുബഷിർ, ഗുഡ് മോർണിംഗ്. അർജുൻ, ഇന്നിപ്പോ അവിടെ കർശന നിയന്ത്രണങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നും തെരച്ചിൽ തുടരുകയാണ്. ഇടയ്ക്കിടെ പെയ്ത മഴ തെരച്ചിലിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. ഇന്ന് കുറച്ചുകൂടി സാങ്കേതിക സഹായത്തോടു കൂടിയാണ് തെരച്ചിൽ നടത്തുന്നത്. ഇനിയും കണ്ടെത്തേണ്ടത് 5ഓളം ആളുകളെയാണ്. അവരെവിടെയാണെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. ഒരു കെട്ടിടത്തിന്റെ അത്ര വലിപ്പമുള്ള മണ്ണിന്റെ കൂമ്പാരം മാറ്റിയെങ്കിൽ മാത്രമേ അവരെ കണ്ടെത്താൻ സാധിക്കൂ. എങ്ങനെയാണ് ഇന്നിപ്പോൾ തിരച്ചിൽ നടക്കുന്നത്? എങ്ങനെയാണ് ഇന്നവിടെ ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത്? ഇടവിട്ട് മഴ പെയ്യുന്നുണ്ടോ? ഡോക്ടർ, തീർച്ചയായിട്ടും മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. ചാറ്റൽ മഴയാണെങ്കിലും ഇതിങ്ങനെ നിർത്താതെ പെയ്യുന്നതാണ് ഈ രക്ഷാദൗത്യത്തിനും ഈ തിരച്ചിലിനുമൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായി മാറിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കും. നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയും. മഴ ഇങ്ങനെ ചാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് ഏകദേശം 6 മണി മുതൽ തന്നെ, ഏകദേശം 6 മണി കഴിഞ്ഞതോടുകൂടി തന്നെ മഴ പെയ്യാൻ വേണ്ടി തുടങ്ങിയതാണ്. പക്ഷേ ഇപ്പോഴും ഇതിങ്ങനെ നിർത്താതെ ചാറ്റൽ മഴയായി പെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് ഏറ്റവും വലിയ ഒരു ശക്തമായ മഴ പെയ്തങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നീട് വലിയ ഒരു നല്ല കാലാവസ്ഥ വന്നു കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയില്ല. പക്ഷേ ഈ ചാറ്റൽ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കുന്നത് രക്ഷാപ്രവർത്തനങ്ങൾക്കും തിരച്ചിലിനുമൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നതാണ് ഏറ്റവും പ്രധാനമായി കാണേണ്ടത്. ഇന്നിപ്പോൾ തിരച്ചിൽ നടക്കുന്നത് പ്രധാനമായും 4 സോണുകളാക്കി തിരിച്ചുകൊണ്ടാണ്. അല്പസമയത്തിനകം തന്നെ 2 മന്ത്രിമാർ ഇന്നലെ തന്നെ വയനാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. റവന്യൂ മന്ത്രിയും കൃഷി മന്ത്രിയും ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരും. ജനപ്രതിനിധികളെയും NDRFിന്റെയും പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും സിവിൽ ഡിഫൻസിന്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള സംഘം ഒരു ശാസ്ത്രീയമായിട്ടുള്ള തിരച്ചിലാണ് ഇന്ന് നടക്കുക. അതായത് ഒരുപാട് സന്നദ്ധ പ്രവർത്തകരെ അപ്പാടെ ഇവിടെ കൊണ്ടുവന്ന് ആ തരത്തിലുള്ള ഒരു പരിശോധനയിലേക്ക് കടക്കുന്നില്ല. പകരം പരിശീലനം ലഭിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരും സേനാംഗങ്ങളും മാത്രം തിരച്ചിൽ നടത്തുക. ആവശ്യമായ ഘട്ടത്തിൽ മാത്രം ഈ സന്നദ്ധ പ്രവർത്തകരെ ഈ പറയുന്ന ഭാഗത്തേക്ക് കടത്തിവിടുക എന്നുള്ളതാണ് പ്രാഥമികമായി ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഇന്നലെ തന്നെ ഇവിടെ എത്തുന്നത് ഫയർഫോഴ്സിന്റെയും 158 ഉദ്യോഗസ്ഥർ, ഊരാളുങ്കൽ സൊസൈറ്റിയുടെ 52 തൊഴിലാളികൾ. നമുക്ക് ഇവിടെ ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി കഴിയും. വലിയ ഹിറ്റാച്ചികളും വലിയ JCBകളും ഒക്കെ ഇവിടെ ഇതിനകം തന്നെ എത്തിച്ചിട്ടുണ്ട്. ആ തരത്തിൽ ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ തരത്തിൽ ഒരു ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനയാണ് ഇന്ന് നടക്കാൻ വേണ്ടി പോകുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. NDRFിന്റെ ഒരു സംഘം അല്പസമയം മുൻപ് ഈ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായി ഇന്നിപ്പോൾ തിരച്ചിലിന് ഏറെ നിർണായകമായി മാറിയിട്ടുള്ളത് ഈ പാലം, അതായത് നമ്മുടെ ഈ കള്ളാടി ഈ അപകടം നടന്നതിന് തൊട്ടടുത്തുള്ള മീനാക്ഷി പാലം അത് ഗതാഗത യോഗ്യമാക്കി മാറ്റുന്നതിന് വേണ്ടി കഴിഞ്ഞു എന്നതാണ്. അതായത് ഒരു വാഹനത്തിന് കഷ്ടിച്ചങ്ങനെ കടന്നു പോകാം. പക്ഷേ അവിടെ അപകട സാധ്യതയുണ്ട്. കാരണം ഇതിൻ്റെ 2 ഭാഗത്തും വലിയ രീതിയിൽ മണ്ണ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു വാഹനത്തിന് കടന്നു പോകാൻ പര്യാപ്തമായ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ ആംബുലൻസ് സർവീസുകളോ അല്ലെങ്കിൽ ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും വാഹനങ്ങളും ഒക്കെ കടന്നു പോകാൻ പര്യാപ്തമായ തരത്തിലാണ് ഇപ്പോൾ ഈ റോഡ് ഗതാഗത യോഗ്യമാക്കിയിട്ടുള്ളത്. അത് ഈ ഇന്നത്തെ തിരച്ചിലിന് ഏറെ സഹായമായി മാറുകയും ചെയ്യും. പക്ഷേ മഴ ഒരു വെല്ലുവിളിയായി അപ്പോഴും നിൽക്കുകയാണ് ഡോക്ടർ. ഓക്കെ.